നമസ്കാരം. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് പ്രതിപക്ഷ നേതാവാകും. തമിഴ്നാട് മുൻ ഉപമുഖ്യമന്ത്രിയും ചെപോക് എംഎൽഎയുമായ ഉദയനിധി സ്റ്റാലിനെ DMK നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ചെന്നൈ അണ്ണാ അറിവാലയത്തിലെ കലൈഞ്ചർ അരങ്ങിൽ പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന DMK എംഎൽഎമാരുടെ യോഗത്തിലാണ് തീരുമാനം. മറ്റ് ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. KN നെഹ്റുവാണ് നിയമസഭാ കക്ഷി ഉപനേതാവ്. EV വേലുവിനെ പാർട്ടി വിപ്പായി തെരഞ്ഞെടുത്തു. മെയ് 7 വൈകുന്നേരം ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഞായറാഴ്ച പാർട്ടി ആസ്ഥാനത്ത് നിന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് DMK പുതിയ നിയമസഭാ കക്ഷി ഭാരവാഹികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ചെപ്പോക് തിരുവല്ലക്കേനിയിൽ 7140 വോട്ടിനാണ് TVK സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് നേതാവുമായ D. സെൽവത്തെ ഉദയനിധി തോൽപ്പിച്ചത്. ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തതോടെ തമിഴ്നാട്ടിൽ വിജയ് ഉദയനിധി അംഗത്തിനാണ് കളമൊരുങ്ങുന്നത്. DMK മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ പരാജയപ്പെട്ടതോടെയാണ് മകൻ ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ ഉദയനിധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിലൂടെ DMKയിൽ തലമുറ മാറ്റം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ TVKയും മുഖ്യമന്ത്രി വിജയിയും നേരിടുക DMKയുടെ യുവ നേതാവിനെയാകും എന്ന പ്രത്യേകതയുമുണ്ട്. നേതൃപദവി കരുണാനിധി കുടുംബത്തിൽ തന്നെ നിലനിർത്തിയതിലൂടെ പാർട്ടിക്കുള്ളിലെ അധികാരം ഊട്ടിയുറപ്പിക്കുകയാണ് സ്റ്റാലിൻ. 108 സീറ്റുകൾ നേടിയാണ് വിജയ് അധികാരത്തിലെത്തിയത്. 59 സീറ്റുകളാണ് DMKയ്ക്ക് നേടാനായത്. അതേസമയം 17ാം തമിഴ്നാട് നിയമസഭയിൽ TVK നേതാവും നടനുമായ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളിയിലും വിജയ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പെരമ്പൂർ നിലനിർത്തി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വിജയ് രാജിവെച്ചു. ഈ മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന് TVK അറിയിപ്പ് നൽകിയിട്ടില്ല. 6 പതിറ്റാണ്ടിനിപ്പുറം ദ്രാവിഡ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. വിജയുടെ പിതാവ് ചന്ദ്രശേഖർ, മാതാവ് ശോഭാ ചന്ദ്രശേഖർ, തമിഴ് സിനിമാ താരം തൃഷ കൃഷ്ണൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വിജയ്ക്ക് പുറമെ മറ്റ് 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് വകുപ്പുകൾ വിജയ് കൈകാര്യം ചെയ്യും. TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, TVK ജനറൽ സെക്രട്ടറി ആദവ് അർജുന, മുൻ IRS ഉദ്യോഗസ്ഥൻ, TVK ചീഫ് കോർഡിനേറ്റർ KA സെങ്കോട്ടയ്യൻ, TVK ട്രഷറർ P. വെങ്കട്ടരമണൻ, TVK ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ, ഈറോഡ് MLA രാജ്മോഹൻ, TVK ജില്ലാ സെക്രട്ടറി ഡോക്ടർ TK പ്രഭു, ശിവകാശി MLA S. കീർത്തന എന്നിവരാണ് ഇന്ന് വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസം തന്നെ സർക്കാരിനെതിരെ വിമർശനവും ഉയർന്നു. സത്യപ്രതിജ്ഞാ വേദിയിൽ വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിമർശനം കനക്കുന്നത്. തമിഴ് തായ് വാഴ്ത്ത് അവഗണിച്ചെന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷമായ DMKയും ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന CPIയും രംഗത്ത് വന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ DMK TVKയും തമ്മിൽ സൈബർ പോരും ശക്തമായിട്ടുണ്ട്. വേദിയിലെ വന്ദേമാതരത്തിലൂടെ വിജയ് BJPയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചെന്നും തമിഴ് തായ് വാഴ്ത്ത് അവഗണിച്ചെന്നുമുള്ള ആക്ഷേപമാണ് DMK ഉയർത്തുന്നത്. ബംഗാളിലെ സത്യപ്രതിജ്ഞയിൽ പോലും വന്ദേമാതരം ആലപിച്ചിരുന്നില്ലെന്ന് DMK ഹാൻഡിലുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2021 സ്റ്റാലിൻ്റെ സത്യപ്രതിജ്ഞ വീഡിയോ പങ്കുവച്ചാണ് TVK ഹാൻഡിലുകൾ രംഗത്തെത്തുന്നത്. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കെ ആർലേക്കർ ഗവർണറായി ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് TVKയുടെ മറുപടി. പ്രോട്ടോകോൾ മാറ്റത്തിന് കാരണം അറിയണമെന്നും തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായി പോയെന്നും ചൂണ്ടിക്കാട്ടിയാണ് CPIയുടെ വിമർശനം. സംസ്ഥാനത്തിന്റെ പാരമ്പര്യം ഇതല്ലെന്നും നിയമസഭയിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്.